ഇപ്പം മറ്റൊരു വിശ്വാസത്തിൽ നിന്നാണോ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്? എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്? 20 വർഷം. എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വന്നേ. അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. അമ്മയുടെ കൂടെ അമ്മയുടെ കൂടെ വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കളാണ്. 2 മക്കൾ. എന്ത് ചെയ്യുന്നവര്? മൂത്തയാള് 10th പഠിക്കുന്നു. ഇളയാള് 5th സ്റ്റാൻഡേർഡ്. യോസെഫ് തന്റെ സഹോദരന്മാരെ എത്ര ദിവസമാണ് തടവിലാക്കിയത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. എത്ര ദിവസമാണ്? 2. 2. അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളൊരു സേഫ് സോണിലാണ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബൈബിൾ കൂടുതൽ വായിക്കുവാനും വചനം ആഴമായി ഗ്രഹിക്കുവാനും സത്യങ്ങളെ തിരിച്ചറിയുവാനുമൊക്കെ എല്ലാവർക്കും പ്രോഗ്രാം ഗുണകരമാകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള പുതിയ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? സ്വയമായി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ഇന്ദു എന്നാണ്. നീതു. ഇന്ദു. വരുന്നത് പിരപ്പങ്കോട് സ്ഥലം. പിരപ്പങ്കോട്, തിരുവനന്തപുരം പിരപ്പങ്കോട് നിന്നാണ്. വെഞ്ഞാറമൂടിനടുത്ത സ്ഥലമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കളാണ്. 2 മക്കൾ. എന്ത് ചെയ്യുന്നവര്? മൂത്തയാള് 10th പഠിക്കുന്നു. ഇളയാള് 5th സ്റ്റാൻഡേർഡ്. ഇളയാള് 5th സ്റ്റാൻഡേർഡില് പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ കുഞ്ഞു പഠിക്കുക എന്നുള്ള കാര്യം മറന്നു. ഈ വർഷം SLC എഴുതേണ്ട. 10th ഈ വർഷം 10th കയറുകയാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതിനിടയ്ക്ക് ഇത്രയും ദിവസം കൊണ്ട് ഈ 5 പുസ്തകം വായിച്ചു തീർത്തോ? ഏകദേശം ഓടിച്ചു വായിച്ചു. എന്നാലും ഒരു ധൈര്യത്തിൽ വന്നതാണ്. ഏതായാലും മത്സരിച്ച് നോക്കാം അല്ലേ? എവിടെ വരെ പോകുന്നൊരു മനസ്സിലൊരു ധാരണയുണ്ട്? വലുതായിട്ടുള്ള ഒരു അറിവൊന്നും ഇല്ല. വായിച്ചു. എന്നാലും ഒരു പാർട്ടിസിപ്പേഷൻ നല്ല കാര്യമാണ്. ഒരുപാട് ആളുകള് അല്പം ഈ പേടി കാരണം വരാത്തവരുണ്ട്. ഇനി ഞാനെങ്ങാനും ചെന്ന് തോറ്റുപോയാൽ ആളുകൾ എന്ത് പറയും, സഹവിശ്വാസികൾ എന്ത് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല, ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ്. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രം
ഇരുന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു വേദിയാണ്. എല്ലാ ഉത്തരവും നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സരത്തിന്റെ ക്രമം ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇതാ, മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 6 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. അടുത്ത 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. അടുത്ത 4 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 7000. ഒടുവിൽ 10000 രൂപയുടെ ബമ്പർ ചോദ്യം. അങ്ങനെ 15 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അരമണിക്കൂറിനകത്തിൽ 15 ചോദ്യത്തിന് ഉത്തരം പറയുക, 10000 രൂപയുടെ സമ്മാനം. അപ്പം നമുക്ക് മുമ്പിലേക്ക് മത്സരത്തിലേക്ക് പോകാം. സംശയങ്ങളൊന്നുമില്ലല്ലോ, പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ടല്ലോ. മത്സരത്തിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. യേശുക്രിസ്തുവിനെ കുറിച്ച് ദാവീദ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദാവീദ് ഓപ്ഷൻ എ തന്റെ പുത്രൻ, ഓപ്ഷൻ ബി മശിഹ, ഓപ്ഷൻ സി മനുഷ്യപുത്രൻ, ഓപ്ഷൻ ഡി കർത്താവ്. എന്താണ് ദാവീദ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആലോചിച്ച് ഒരു ഉത്തരത്തിലേക്ക് വരാം. തന്റെ പുത്രൻ എന്ന് ദാവീദ് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടോ? മശിഹ, മനുഷ്യപുത്രൻ, ഇതിലേതായിരിക്കാം ദാവീദ് പറയാൻ സാധ്യതയുള്ള ആ ഉത്തരം? കർത്താവ്. ഓക്കെ, ഓപ്ഷൻ ഡി കർത്താവ് എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു വാക്യമുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് ദാവീദ് ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കണം ഉത്തരം. ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലേ, സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി കർത്താവ് എന്ന ഉത്തരം ശരിയാണോ? കർത്താവ് എന്ന ഉത്തരം ശരിയാണ്. ആശങ്കപ്പെടുകയൊന്നും വേണ്ട, ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഉത്തരവെല്ലാം തെറ്റിപ്പോകും. ഈ പരീക്ഷയ്ക്ക് മിക്കവാറും ഞങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഈ പഠിച്ച കുട്ടികൾ വന്ന് പറയും, എനിക്കും കൂടെ പറഞ്ഞതാ, ഞങ്ങളൊന്നും പഠിച്ചില്ല, ഒന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. അവർ സത്യത്തിൽ പഠിച്ചവരാണ്, ഞങ്ങളാണൊന്നും അറിയാതെ പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ. ഇവരെന്തെങ്കിലും പറഞ്ഞു തരുമോ? അപ്പൊ അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർ പറയും, ഞാനൊന്നും പഠിച്ചില്ല, ഞാനൊന്നും എഴുതിയില്ല. പക്ഷെ മാർക്ക് വരുമ്പോൾ എപ്പോഴും അവർക്ക് ടോപ്പ് മാർക്കാണ്, ഞങ്ങൾ ഏറ്റവും പുറകിൽ തന്നെയാണ്. സത്യസന്ധതയുള്ള ആളുകളാണ് എപ്പോഴും ഈ പിന്നിലുള്ള ആളുകൾ. അപ്പം നമുക്ക് പഠിച്ചത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രത്തോളം പറയാൻ പറ്റും. ബാക്കി കർത്താവ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത് എത്ര തവണയാണ്? കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത് ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി പലപ്പോഴും. ഏതാണ് കപ്പൽ ഛേദത്തിൽ പൗലോസ് അകപ്പെട്ടത് എത്ര പ്രാവശ്യമാണ്? മൂന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഓപ്ഷൻ എ 3 എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. നമുക്ക് പരിശോധിക്കാം, 3 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. നമുക്ക് വേഗത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടെന്നൊരു പ്രതീതി മാത്രമേ ഉള്ളൂ. എല്ലാം അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? ഇല്ല. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും വേരില്ലായികയാൽ ക്ഷണികമായ അവസ്ഥയെ എവിടെ വിതയ്ക്കപ്പെട്ട വിത്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വഴിയരികെ, ഓപ്ഷൻ ബി പാറസ്ഥലത്ത്, ഓപ്ഷൻ സി മുള്ളിനിടയിൽ, ഓപ്ഷൻ ഡി നല്ല നിലത്ത്. വേരില്ലായികയാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഏതാണ്? ഓപ്ഷൻ ബി പാറസ്ഥലത്ത്. ഉത്തരം ഉറപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി പാറസ്ഥലത്ത് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇപ്പൊ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 3 ചോദ്യങ്ങളൂടെ കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് സോണിൽ എത്തി. നമുക്കൊരു സമ്മാനത്തുക ഉറപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. പൊത്തിഫർ യോസഫിന് എന്ത് സ്ഥാനമാണ് നൽകിയത്? ഓപ്ഷൻ എ അകമ്പടി നായകൻ, ഓപ്ഷൻ ബി ഗ്രഹവിചാരകൻ, ഓപ്ഷൻ സി കാര്യസ്ഥൻ, ഓപ്ഷൻ ഡി മേലധികാരി. പൊത്തിഫർ യോസഫിന് എന്ത് സ്ഥാനം നൽകി? ഗ്രഹവിചാരകൻ. ഓപ്ഷൻ ബി ഗ്രഹവിചാരകൻ എന്ന ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഗ്രഹവിചാരകൻ എന്ന ഉത്തരം ശരിയാണോ? യെസ്, ഗ്രഹവിചാരകൻ. ആ ഉത്തരവും ശരിയാണ്.
ഇനി ഈ റൗണ്ടിലെ 5-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് ഈ റൗണ്ടിലെ 5-ാമത്തെ ചോദ്യം. നാബാലിന്റെ അടുക്കലേക്ക് ദാവീദ് അയച്ച ബാല്യക്കാർ എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 200. നാബാലിന്റെ അടുക്കലേക്ക് ദാവീദ് അയച്ച ബാല്യക്കാർ എത്ര? ചിന്തിക്കാം, ഒന്നുകൂടെ ആലോചിച്ചു. 10 മുന്നോട്ട് പോകാം. ഓക്കെ, ഓപ്ഷൻ സി 10 ആ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻ സി 10 ആ ഉത്തരം ശരിയാണോ? 10 പേരെയാണ് നാബാലിന്റെ അടുക്കിലേക്ക് ദാവീദ് അയച്ചത്. വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും ഉത്തരം പറയുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ അവസാനത്തെ ചോദ്യമാണ് നമ്മളെ ഒരു സമ്മാനത്തുകയിൽ എത്തിക്കുന്നത്. ആ സമ്മാനത്തുകയിൽ എത്തട്ടെ, ഈ ഉത്തരം പറയാൻ കഴിയട്ടെ. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം: യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി എങ്ങനെയുള്ള രാജ്യത്തിന്മേലാണ് ഇരിക്കുന്നത്? ഓപ്ഷൻ എ ദോഷമുള്ള രാജ്യത്തിന്മേൽ, ഓപ്ഷൻ ബി സമാധാനമുള്ള രാജ്യത്തിന്മേൽ, ഓപ്ഷൻ സി പാപമുള്ള രാജ്യത്തിന്മേൽ, ഓപ്ഷൻ ഡി നിഷ്കളങ്കതയുള്ള രാജ്യത്തിന്മേൽ. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ ദൃഷ്ടി എങ്ങനെയുള്ള രാജ്യത്തിന്മേലാണ് ഇരിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രാജ്യത്തിന്മേലായിരിക്കും ഒരുപക്ഷെ. ഒരു അവസരം കൂടെ തരികയാണ്, ഒന്നുകൂടെ ചിന്തിക്കാം. പോരട്ടെ ഉത്തരം. വിപരീതാർത്ഥത്തിന്മേൽ. വിപരീതാർത്ഥം ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് ആദ്യം ചിന്തിച്ചത് നല്ല രീതിയിലാണ് ചിന്തിച്ചത്, അല്പം കൂടെ കഠിനമായിട്ട് ചിന്തിക്കും. പാപമുള്ള. ഓക്കെ, ഓപ്ഷൻ സി അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. പാപമുള്ള. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി പാപമുള്ള രാജ്യത്തിന്മേലാണ് കർത്താവിന്റെ ദൃഷ്ടി ഇരിക്കുന്നത്. അതാണോ ആമോസ് പറയുന്നത്? ഓക്കെ, പാപമുള്ള രാജ്യത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്ന ചോദ്യം വളരെ ട്രിക്കിയാണ്. നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രം ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു സേഫ് സോണിൽ 1000 രൂപയുടെ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. 2-ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. 2-ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ മറ്റൊരു വിശ്വാസത്തിൽ നിന്നാണോ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്? എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്? 20 വർഷമായി. ഇപ്പം ജോളി ആന്റിയോടുള്ള ബന്ധത്തിലാണ് വിശ്വാസത്തിൽ വന്നത്, അതോ അല്ലാതെ വിശ്വാസത്തിൽ വന്നു? ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസത്തിൽ വന്നതാണ്? നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് എവിടെ? ബാംഗ്ലൂരാണോ നഴ്സിംഗ്? അല്ല, ട്രിവാൻഡ്രത്ത് തന്നെയാണ് നഴ്സിംഗ് പഠിച്ചത്. അപ്പം കൂടെ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്നാണോ? എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. അമ്മയുടെ കൂടെ വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. ഇപ്പൊ 20 വർഷത്തോളം വിശ്വാസ ജീവിതത്തിൽ തന്നെ തുടരുകയാണ്. സന്തോഷമായിട്ട് തന്നെ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 2-ാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. ഓക്കെ, 2-ാമത്തെ റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതാ പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം: യോസെഫ് തന്റെ സഹോദരന്മാരെ എത്ര ദിവസമാണ് തടവിലാക്കിയത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. എത്ര ദിവസമാണ്? രണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളൊരു സേഫ് സോണിലാണ്. 3 ഉറപ്പിക്കാം. 2 പോകണ്ട, 3 പോവാം.
ഓക്കെ, ഓപ്ഷൻ ഡി 3 എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. നമുക്ക് നോക്കാം 3 ദിവസമാണോ തടവി വെച്ചതെന്ന് സഹോദരന്മാരെ. ഓക്കെ, ഓപ്ഷൻ ഡി 3 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വേഗത്തിൽ പോവുകയാണ്. ഇപ്പൊ അടുത്ത ചോദ്യത്തിന് ഉത്തരം തെറ്റിപ്പോയാൽ ഈ സമ്മാനത്തുക നഷ്ടപ്പെടും. അപ്പൊ അടുത്ത ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ തെറ്റായ ഒരു ഉത്തരം പരിശ്രമിക്കേണ്ട. ഒരു സമ്മാനത്തുകയായിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. ഉത്തരം അറിയില്ലെങ്കിൽ മത്സരം നമുക്ക് അവസാനിപ്പിക്കാം. ഇതാ 8ാമത്തെ ചോദ്യം. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്ന പഴഞ്ചൊല്ല് ഉദ്ധരിച്ചത് ആരാണ്? ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. ഓപ്ഷൻ എ ശമൂവേൽ, ഓപ്ഷൻ ബി ശൗൽ, ഓപ്ഷൻ സി ദാവീദ്, ഓപ്ഷൻ ഡി ആഖീഷ്. ആരാണ് ഈ പഴഞ്ചൊല്ല് പറഞ്ഞത്? അറിയത്തില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ. ദാവീദ് ഉറപ്പിക്കാം, മുന്നോട്ട് പോവുക. ഉറപ്പാണേ? ഓക്കെ, ഓപ്ഷൻ സി ദാവീദ് ഉത്തരം നമ്മൾ ഉറപ്പിക്കുകയാണ്. പരിശോധിക്കാം, ദാവീദ് ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അടുത്തത് ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അടുത്ത സേഫ് സോണിൽ കയറാം. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മത്സരം അവസാനിപ്പിക്കുക. നല്ല സമ്മാനത്തുക നിൽക്കുന്നു. ഒരു ഉത്തരം പറഞ്ഞ് തെറ്റിച്ച് ഉള്ള സമ്മാനത്തുക നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, ഈ റൗണ്ടിൽ 3ാമത്തെ ചോദ്യം. തൂക്കുകട്ടയുമായി മതിലിന്മേൽ നിന്ന് കർത്താവ് ആമോസിനോട് അപ്പോൾ പറഞ്ഞിട്ടില്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. ഓപ്ഷൻ ബി, ഇസ്രായേലിന്റെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, ഞാൻ യെരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്ത് നിൽക്കും. ഓപ്ഷൻ ഡി, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. തീരുമാനിക്കാം. ഉത്തരം പറയുകയാണോ, മുന്നോട്ട് പോകാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണോ, ആ സമ്മാനത്തുകയിൽ നിൽക്കുകയാണോ? അത്രയ്ക്ക് കൺഫ്യൂസിങ് ആണെങ്കിൽ മത്സരം ക്വിറ്റ് ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. അത്രയ്ക്ക് കൺഫ്യൂസിങ് ആണെങ്കിൽ. ചോദ്യം അല്പം ടഫുമാണ്. ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, മത്സരം നമ്മൾ അവസാനിപ്പിച്ചു. നല്ല ഒരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം, തിരക്കിട്ട ജോലികൾക്കിടയിൽ അത്രത്തോളം വായിക്കാനോ അത്രത്തോളം വരികൾക്കിടയിലൂടെ കടന്നു പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഈ ചോദ്യമൊക്കെ നിശ്ചയമായിട്ടും ടഫായിരിക്കും. എങ്കിലും ഈ ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തി വന്ന്, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മയൊക്കെയാണ്, അപ്പൊ വീട്ടിലെ തിരക്കൊക്കെ ഉണ്ട്. അതിനിടയിൽ ഇതിന് പ്രിപ്പയർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനിടയിൽ വരാനുള്ള ആ മനസ്സ് കാണിച്ചതിന് പ്രത്യേകം ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, നമ്മൾ മത്സരം അവസാനിപ്പിച്ചു. എങ്കിലും ഏതായിരിക്കും ആ തിരഞ്ഞെടുക്കുന്ന ഉത്തരം? ഒരു ഉത്തരം തിരഞ്ഞെടുത്ത് ഇനി ഫ്രീ ആയിട്ട് പറയാം, ആലോചിക്കേണ്ട. ഓപ്ഷൻ എ, തൂക്കുകട്ടയുമായി മതിൽമേൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജനത്തിന്റെ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കുമെന്ന് ഉറപ്പായിട്ടും പറയുമല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് അതിനകത്തില്ലെന്നുള്ള ഒരു ചിന്തയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്? തൂക്കുകട്ടയുമായി മതിൽമേൽ നിന്ന് കർത്താവ് ആമോസിനോട് അപ്പോൾ പറഞ്ഞിട്ടില്ലാത്തത്. അപ്പൊ അങ്ങനെ കർത്താവ് പറഞ്ഞു എന്ന്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കുമെന്ന് തൂക്കുകട്ടയായിട്ട് നിന്ന് പറഞ്ഞു എന്ന് സംശയമല്ലേ? അതിനകത്തെ ആശയ സംബന്ധമായിട്ടൊരു സംശയം. ഓക്കെ, ഓപ്ഷനെ ഉറപ്പിച്ചേ. നമുക്ക് നോക്കാം അത് ശരിയാണോ അതോ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം തെറ്റാണ്. അങ്ങനെ ലോജിക്കലി ചിന്തിച്ചു പോയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ സമ്മാനത്തുക നഷ്ടപ്പെട്ടതിനെ. അപ്പം അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുത്തതിലും നല്ല തീരുമാനം. അപ്പോൾ ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. ഈ ജോലി തിരക്കിനിടയിലൊക്കെ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഇനിയും ബൈബിൾ ക്വിസ് കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ നല്ലൊരു സമ്മാനത്തുക നൽകിയാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. അപ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളെയൊക്കെ ബൈബിൾ വായിക്കാൻ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. ദൈവം സഹായിക്കട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നു. പ്രിയപ്പെട്ട ബൈബിൾ ബ്രൈറ്റ്സിന്റെ പ്രേക്ഷകരെ, നിങ്ങൾ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളോടൊപ്പം ബൈബിൾ വായനയിൽ തുടരുക. നിങ്ങൾക്കും കടന്നു വരാനും മത്സരിക്കാനും അവസരമുണ്ടാകട്ടെ. അടുത്ത മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.
at Bethel Medical Mission Hospital. Every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.